ചെരുപ്പിടാൻ പറ്റൂല. ഇത് ഏറ്റവും ബാക്കിലത്തെ ഏരിയ ആണ്. അപ്പോൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ എടുക്കുന്ന കേട്ടോ. അല്ലേ കട്ടുമ്പലി കിടക്കും പോലെ നല്ല മെതച്ച് കിടക്കാം. എച്ചപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടോ, നേരെ ബസ് സ്റ്റേഷനിൽ പോവാം. ഇനി ചെറിയൊരു ഇൻഫർമേഷൻ തരാം. കാര്യം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഓൺലൈനിൽ നോക്കി. പനാം സിറ്റിയിൽ നിന്ന് ബോർഡർ വരെ, ബോർഡറിന് പോയപ്പറ്റ് എന്നാണ് പറയുക, അങ്ങനെ തോന്നുന്നതാണ്. തായ്ലൻഡ് കംബോഡിയ ബോർഡറിന് പോയപ്പറ്റ് എന്നാണ് പറയുക. പനാം സിറ്റിയിൽ നിന്ന് പോയപ്പറ്റ് വരെ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഏകദേശം $15 കണ്ടു, സീറ്റ് കണ്ടു. ഏകദേശം $13.5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ബസ് ഏതാ നോക്കി, ആ ബസ് ട്രാവൽസ് ചെയ്താൽ നോക്കി, ആ ട്രാവൽസ് ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകാട്ടോ. അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് വലിയൊരു ഈ ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഗൂഗിൾ മാത്രം മതി. 0.6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ കമ്പോലിങ്. അപ്പോൾ തൽക്കാലം നമുക്ക് നടക്കട്ടോ, ആരോഗ്യം വെക്കട്ടെ. അങ്ങോട്ട് ലൊക്കേഷൻ എത്തിയിട്ടോ. ഇതെന്താണ്, ഇനി 80 മീറ്റർ കൂടി നടന്നാൽ മതി. ഇതാ കാണുന്നതാണ് സാർ. നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ നടക്കുന്നപ്പോൾ അറിയുന്നില്ല, 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ 4 കിലോമീറ്റർ ആണെങ്കിലൊന്നും അറിയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും മനസ്സുകൊണ്ട് അത് പ്രിപ്പയർ ആയി കഴിഞ്ഞ് എന്തായാലും നടന്നേ പറ്റൂ എന്നുള്ള ആ ഒരു തീരുമാനം വന്നു. അപ്പോൾ അതിനെക്കൊണ്ട് ഇനി കുഴപ്പമില്ല, ഇനി എത്ര ദൂരമാണെങ്കിലും നമുക്ക് നടക്കാൻ പറ്റും. $15 ചാർജിങ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സാധാരണ ബസ്സിൽ പോകുന്നവരെ ചാർജ് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ പെട്ടുപോകും. എൻ്റെ 2-3 വട്ടം അങ്ങനെ പോയി. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നേരം നമുക്ക് ആ പ്രശ്നം വരില്ലല്ലോ. പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ചാർജ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തുന്നേരം പിന്നെ തെണ്ടി പോകും, ഒന്നും ആക്കാനാവില്ല. സോ ഇനിയിപ്പോൾ പാസ്പോർട്ട് കൊടുക്കുക, ടിക്കറ്റ് എടുത്താൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് നമ്മളെന്തായാലും ഇത്രയും നേരം പോകാൻ നിൽക്കുകയാണല്ലോ കംബോഡിയയിൽ നിന്ന്. അപ്പോൾ അതിന് മുമ്പ് ഒരു സാൻഡ്വിച്ച് കൂടി വാങ്ങി പോകാം കേട്ടോ. പാക്കാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ടിക്കറ്റൊക്കെ കിട്ടി. നല്ല അടിപൊളി ആൾക്കാരാട്ടോ, നല്ല സർവീസാണ്. ഞാനിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ആക്ച്വലി ഞാൻ പറയുന്നത് അവർക്ക് തീരെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് പോലും അവർ ദേഷ്യം പിടിക്കാതെ നല്ലോണം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറേ സീറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചാണ്. കാര്യം ഇത് ചെറിയൊരു ട്രാവൽസാണ്. പക്ഷെ അവർ മാക്സിമം കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യാത്രയിൽ കിട്ടുന്ന ഒരു നല്ലൊരു എന്താ പറയുക നോളജ്. പരിപാടി കഴിഞ്ഞു. ഞാൻ കയറുമ്പോൾ കഴിക്കാൻ കുറച്ച് ഫുഡും വാങ്ങിക്കി കേട്ടോ. ഇനിയിപ്പോൾ നേരെ ബസ്സിനുള്ളിൽ കയറും. എൻ്റെ അമ്മോ, ചെരുപ്പിടാൻ പറ്റൂല. $15 വേർത്താട്ടോ. അത് കംപ്ലീറ്റ് പക്ക ഈസിയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഞാനിന്ന് കംബോഡിയയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോകാട്ടോ. ബസ്സിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ബസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ലക്ഷറി ബസ്സാണ്. പക്ഷേ പൈസ പറ്റ കുറവാണ്. ഏകദേശം $15 നമുക്ക് കംബോഡിയയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോകാൻ പറ്റും. തായ്ലൻഡ് ബോർഡർ വരെ എത്തിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത് ഇതാട്ടോ, ലോവർ ബർത്ത്. പക്ഷേ ലോവർ ബർത്തിൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പർ ബർത്ത് ആയിരുന്നു സുഖം. പക്ഷേ അപ്പോൾ തോന്നിയില്ല ബുദ്ധി. പിന്നെ ഇവിടെ ചെരുപ്പിടാൻ പറ്റൂല, ചെരുപ്പ് നമ്മൾ കവറിലാക്കിയിടണം. ഇതിൻ്റെ ഉള്ളോട്ട് കുറച്ചുകൂടി സ്പേസ് ഉണ്ട് കേട്ടോ. സോ നമ്മുടെ കാല് നീട്ടി വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ 2 ആൾക്കാർക്ക് കേട്ടോ, 2 പേര് ഒറ്റ ടൈമിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര സീനാണ്. ഡെങ്കറാണ്. വേറെ ആരും എടുത്ത് കിടക്കേണ്ടി വരും. പക്ഷേ ഓക്കെ ആട്ടോ. നമ്മൾ എന്താ പറയുക, ഇല്ല ഒന്നും പറയാനില്ല. അത് ഭയങ്കര സീനാണ്. ഇപ്പോൾ കൂടെ കിടക്കുന്ന ഗേൾസൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇടങ്ങാറായിരിക്കും. പക്ഷേ ഞാൻ കണ്ടെടുത്തോടെ തോന്നിയ കേസിലും ബസ്സുകാരെന്നെ മാറ്റിക്കാണോ. ബോയ്സും ഗേൾസും അടുത്തടുത്ത് വരാത്ത രീതിയിൽ പോലെ ടിക്കറ്റ് സീറ്റ് ഒപ്പിക്കും. അങ്ങനെ ചെയ്യില്ല, കുറേ നോക്കി. ഇത് ഏറ്റവും ബാക്കിലത്തെ ഏരിയ ആണ്. അപ്പോൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ എടുക്കുന്ന കേട്ടോ. അല്ലേ കട്ടുമ്പലി കിടക്കും പോലെ നല്ല മെതച്ച് കിടക്കാം. എവിടെയും സീൻ കിട്ടോ, കുറച്ച് ഇടങ്ങാറാണ്. കാര്യം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. ഇതാകുമ്പോൾ സേഫാണ്, വേറെ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. പിന്നെ ഇത് എല്ലാം കൊണ്ടും ഓക്കെ കേട്ടോ, സെറ്റാണ്, ഒരു കുഴപ്പമില്ല. നല്ല പ്രൈവസി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല കംഫേർട്ട് ഉണ്ട്.
ഒരു ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നില്ല, അതാണ് സത്യം. പക്ഷേ ആൾക്കാർ ഇരിക്കുന്നവ കണ്ടിക്ക്, അപ്പോൾ അങ്ങനെ നമുക്ക് പറയാമല്ലോ. പിന്നെ ഇവിടെ നമുക്ക് AC ഉണ്ട്. AC ആണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയി കൊടുത്താൽ മതി. AC വരും, AC ഓഫായി വരും, ഓഫായി വരും, ഓഫായി അങ്ങനെ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു സാൻഡ്വിച്ച് ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഇവിടുന്ന് സുഖമായിട്ട് കഴിക്കാം, ഒരാളും ചോദിക്കാൻ വരില്ല. പക്ഷേ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ബാത്റൂമില്ല. എട്ടങ്ങേറാണ്, ഇവർ ഏടാണോ നിർത്തുന്നത് അവിടെ പോയി നമ്മൾ നിൽക്കേണ്ടി വരും. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ബസ്സിൽ കയറിയ, ഇങ്ങനെ സ്ലീപ്പർ ബസ് കയറിയ നമ്മുടെ ലാവോസിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് പോകുന്ന ആ സമയത്തായിരുന്നു. അന്ന് അത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ പക്ക ബാഡ് ബിഹേവിയർ കംപ്ലീറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അങ്ങനത്തെ ആൾക്കാർ പക്ക ബാഡാണ്. കാര്യം എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു എൻ്റെ വിസ ഫോണിലുള്ളത്, അതൊന്നും മോനെ കേൾക്കണ്ട. മോൻ പറഞ്ഞ് ഞാൻ ചാർജ് ചെയ്യാൻ പോയപ്പോൾ ഫ്രണ്ടിൽ ഒന്നേ ഉള്ളൂ കേട്ടോ, വേറെ എവിടെയും ചാർജിങ് സ്ലോട്ടൊന്നുമില്ല. ചാർജ് ചെയ്യട്ടെന്ന് വെച്ചപ്പോൾ മോൻ പറയാം എല്ലാം പറ്റൂല, അങ്ങനെയും ചെയ്യാൻ പറ്റൂല. ഭയങ്കരമായിട്ട് നമ്മളൊരു വിലയും കൽപ്പിക്കൂല. സോ അങ്ങനത്തെ അതായത് ലാവോസിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് ബസ് എടുത്ത് പോവുകയാണെങ്കിൽ, എല്ലാ കമ്പനീസും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എടുത്ത കമ്പനീസിൻ്റെ ഇത് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. നിങ്ങൾ പോവുകയാണെങ്കിൽ ചൂസ് ചെയ്യുക, അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ സഹിക്കുക. പിന്നെ ബോർഡറിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റിയില്ല, അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ആ സമയത്ത് ഇവന്മാർ പിന്നെ ഞാൻ ഏകദേശം നല്ലൊരു എമൗണ്ട് അവിടെ പേ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ എന്ന് വെച്ചാൽ 250 കിലോമീറ്റർ പിന്നെ ഞാനല്ലാതെ ഓസിടിച്ച് പോയതാണ്. എന്നാലും ആ ഒരു എമൗണ്ട് അവർ പിന്നെ ഒരു അപ്ഡേറ്റും ഇല്ല. അങ്ങനത്തെ ഒരു പക്ക ബാഡ് സർവീസ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. പക്ഷേ എന്തെങ്കിലും ബാഡ് സർവീസ് ഇവർ കാണിച്ചാൽ ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്തിടും. ഓക്കെ, ആരും കാണാനൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. അങ്ങനെ പോയപ്പറ്റ് എത്തിയിട്ടോ. എന്ന് വെച്ചാൽ കംബോഡിയയുടെ ഒരറ്റത്തെത്തി. ഞാനിപ്പോൾ ഇവിടെ പെട്രോൾ പമ്പിൽ പോയി ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ നല്ലോണം ഉറങ്ങി മൂടായി വരുന്ന സമയത്ത്, ജസ്റ്റ് ഒന്ന് ഉറങ്ങിയ സമയത്ത് തന്നെയാണ് ഇവർ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, ഉറക്കം നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി നേരെ ഇവിടെ നിൽക്കി വന്ന ഒരു 2 കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്, അത് നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ ബോർഡർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 7 o'clock അല്ലെങ്കിൽ 6 PM 6:30 എങ്ങനെ ഓപ്പൺ ആവേണ്ടിയാണ്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഞാനിപ്പോൾ അങ്ങനെ നടക്കുക കേട്ടോ, എൻ്റെ അമ്മീ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാട്ടോ. 2 വർഷം മുമ്പ് ഞാനും ഇതുപോലെ തന്നെയാണ് ഇവിടേക്ക് പോയി, കംബോഡിയയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോയത്. അന്നേക്ക് ഒന്ന് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഞാൻ നടന്നേക്ക്. പിന്നെ അവിടെ ഒരു മാർക്കറ്റ് വിസിറ്റ് ചെയ്തതിനും അങ്ങനെ കുറച്ച് സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഒന്നുമില്ല, ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് പോകുന്നെ. പിന്നെ ഇവിടെ ബൈക്ക് ടാക്സി അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോ ടാക്സി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. പക്ഷെ അതിന് ഏകദേശം $3 കോസ്റ്റ് വരും. നാട്ടിലെ 240 രൂപ. അതിനെക്കൊണ്ട് ഞാൻ തൽക്കാലം ഒഴിവാക്കി. നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കംബോഡിയൻ ബോർഡറിന് ബാങ്കോക്ക് വരെ എത്താൻ 600 രൂപ മതി മൊത്തം. വാനോ അല്ലെങ്കിൽ ട്രെയിനോ ബസ്സും ഉണ്ടാവും. ബസ്സിനും ഏകദേശം ആ ഒരു റേഞ്ചിലെ കോസ്റ്റ് വരുന്നുള്ളൂ. സംഭവം അറിയുക, ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ അവരെ സമീപിക്കുകയാണെങ്കിൽ കിട്ടൂല, ശരിയാവില്ല. അത് വിചാരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ശരിയാവില്ല, സീനാണ്. അവർക്ക് വേറെ നല്ല എന്തെങ്കിലും ക്ലയൻസ് കിട്ടും, നമ്മളെ പോലെയുള്ള ആൾക്കാരല്ലാത്തവർ. പിന്നെ വിസയുടെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇതുവരെ ഒരു ഡോക്യുമെൻറ്റും ഇല്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. റിട്ടേൺ ടിക്കറ്റ് ഇല്ല. തായ്ലൻഡ് എത്തിയാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്ലാനില്ല, ഒന്നുമില്ല, ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാം, വിസ കിട്ടുമോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ.